ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ രണ്ടാമത്തെ പാഠം, അതായത് അറിവിൻ്റെ വാതായനങ്ങൾ. അപ്പോൾ ആദ്യത്തെ വീഡിയോ അറിയാനും പ്രതികരിക്കാനും എന്നുള്ളൊരു പാഠഭാഗം നമ്മൾ ചെയ്തു കഴിഞ്ഞു. കാണാത്തവർ വീഡിയോ മുഴുവനായും കാണുക. എന്നിട്ട് ഈ ഒരു വീഡിയോ കാണാൻ ശ്രമിക്കുക. ഇതാണ് ബയോളജിയിലെ രണ്ടാമത്തെ പാഠം, അറിവിൻ്റെ വാതായനങ്ങൾ. അപ്പോൾ എന്തൊക്കെയാണ് നമുക്കറിയാം. കണ്ണ്, മൂക്ക്, ചെവി, നാവ് മുതലായവ. അപ്പോൾ ഇതിനെപ്പറ്റി കൂടുതലായിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. ആദ്യം നമ്മുടെ ജ്ഞാനേന്ദ്രിയം എല്ലാവർക്കും അറിയുന്നതാണ്. കണ്ണ്, ചെവി, നാക്ക്, ത്വക്ക്, മൂക്ക് തുടങ്ങിയവയാണ് നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങൾ. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ടും ഓർക്കാനുള്ളത് ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ എണ്ണമാണ്. അപ്പോൾ ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവിയിലും വ്യത്യാസമാണ്. ജ്ഞാനേന്ദ്രിയങ്ങളിലെ ഗ്രാഹികളുടെ എണ്ണം ഓരോ ജീവിയിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികളുണ്ട്, അല്ലേ? ഉദ്ദീപനങ്ങളെ സ്വീകരിക്കാൻ നമ്മുടെ ജ്ഞാനേന്ദ്രിയങ്ങളിൽ വ്യത്യസ്ത തരം ഗ്രാഹികൾ ഉണ്ട്. ഇവിടെ ഒരു ഉദാഹരണം കൊടുത്തിട്ടുണ്ട്. അതായത് ഗന്ധം എന്ന ഉദ്ദീപനത്തെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തിലെ ഗ്രാഹിയാണ് ഗ്രന്ഥഗ്രാഹി. അപ്പോൾ ജ്ഞാനേന്ദ്രം, അതുമായി ബന്ധപ്പെട്ട ജ്ഞാനേന്ദ്രം ഏതാണ്? മൂക്ക്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കണ്ണ്. അപ്പോൾ ഇവിടെ ഉദ്ദീപനം എന്തായിരിക്കും? ഉദ്ദീപനം പ്രകാശമായിരിക്കും. അപ്പോൾ പ്രകാശത്തെ സ്വീകരിക്കാൻ നമ്മുടെ ശരീരത്തിലുള്ള ഗ്രാഹി ഏതാണ്? പ്രകാശഗ്രാഹികൾ. ഈ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്നത് എവിടെയാണ്? കണ്ണിലാണ്. അതുപോലെ ചെവി. അപ്പോൾ ചെവി, ഇവിടെ ഉദ്ദീപനം ശബ്ദം. അപ്പോൾ ഗ്രാഹി ഇവിടെ ശബ്ദഗ്രാഹി. അപ്പോൾ ജ്ഞാനേന്ദ്രിയം, അതുമായി ബന്ധപ്പെട്ട ജ്ഞാനേന്ദ്രിയം ആണ് ചെവി എന്ന് പറയുന്നത്. അപ്പോൾ നാക്കാണെങ്കിലോ, നാക്കിൽ ഉദ്ദീപനം എന്തായിരിക്കും? സ്വാദ്. അപ്പോൾ ഗ്രാഹി സ്വാദ് ഗ്രാഹികൾ. അപ്പം ത്വക്കാണെങ്കിലോ, ഇവിടെ ഉദ്ദീപനം എന്തായിരിക്കും? ത്വക്കിൽ വേദന, സ്പർശം, മർദ്ദം, തണുപ്പ്, ചൂട്, ഇതൊക്കെയാണ് ത്വക്ക്. അപ്പം ഇവിടെയുള്ള ഗ്രാഹി ഏതാണ്? വിവിധതരം ഗ്രാഹികളും ഇവിടെ ഉണ്ട്. നമ്മളെ ത്വക്കിൽ വിവിധതരം ഗ്രാഹികളുണ്ട്. അതായത് വേദനയും സ്പർശവും മർദ്ദവും തണുപ്പ്, ചൂട് മുതലായ ഉദ്ദീപനങ്ങളെ സ്വീകരിക്കുന്ന വിവിധതരം ഗ്രാഹികൾ എവിടെയുണ്ട്? ത്വക്കിലുണ്ട്. അപ്പം ഇന്ന് നമ്മൾ വിശദമായി പഠിക്കാൻ പോകുന്നത് കണ്ണിനെ കുറിച്ചാണ്. അപ്പോൾ കണ്ണിൻ്റെ ഘടനയെ കുറിച്ചാണ് ഈ വീഡിയോയിൽ ഇന്ന് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഇന്ദ്രിയ അനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയമാണ് കണ്ണ്. ഇന്ദ്രിയ അനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയം ഏതാണ്? അതാണ് കണ്ണ്. അപ്പോൾ കണ്ണുകൾ എങ്ങനെയെല്ലാമാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത്? നമുക്കറിയാം. കണ്ണ് എങ്ങനെയൊക്കെയാണ് സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നത് വെച്ചാൽ, കണ്ണിൽ ഇവിടെ എന്തുണ്ട്? നേത്രകോടരം. എന്താണിത്? ഇത് തലയോട്ടിലെ കുഴികളാണ്. ഇത് ഇംഗ്ലീഷിലാണെങ്കിൽ ഐ സോക്കറ്റ് എന്ന് പറയും. അപ്പോൾ ഐ സോക്കറ്റ്. അപ്പം ഇത് തലയോട്ടിലെ കുഴികൾ. പിന്നെയോ ബാഹ്യ കൺപേശികൾ. അപ്പോൾ ഈ ബാഹ്യ കൺപേശികൾ എന്താണ് ചെയ്യുന്നത്? കണ്ണുകളെ നേത്രകോടരത്തിൽ ഉറപ്പിച്ചു നിർത്തുന്നു. അപ്പോൾ ബാഹ്യ പേശികളാണ് ഇവിടെ നേത്രകൊടാരത്തിൽ കണ്ണിനെ ഉറപ്പിച്ച് നിർത്തുന്നത്. പിന്നെ എന്തുണ്ട്? പുരികമുണ്ട്. അതുപോലെ തന്നെ പിന്നെ കൺപീലികൾ, പിന്നെ കൺപോളകൾ,
കൺജങ്ക്റ്റീവ. അപ്പോൾ കൺപീലികൾ എന്താണ് ചെയ്യുന്നത്? കണ്ണിനെ പൊടിപടലത്തിൽ നിന്നും സംരക്ഷിക്കുന്നു. അതുപോലെ തന്നെ കൺപോളകളോ പൊടിപടലം, ബാഹ്യക്ഷതം എന്നിവയിൽ നിന്നും കണ്ണിനെ സംരക്ഷിക്കുന്നു. അപ്പം അടുത്തത് കൺജങ്ക്റ്റീവ. കൺജങ്ക്റ്റീവ ഏതാണ്? കൺജങ്ക്റ്റീവ വിശദമായിട്ട് നമ്മൾ ഇതിൻ്റെ ഘടനയെപ്പറ്റി സംസാരിക്കുമ്പോൾ പറയാം. അപ്പോൾ ഇവിടെ കൺജങ്ക്റ്റീവ എന്താണ് ചെയ്യുന്നത്? ഇത് ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. അപ്പോൾ കൺജങ്ക്റ്റീവ ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മമാണ് നേത്രഗോളത്തെ വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നത്. പിന്നെയോ കണ്ണുനീര്. അപ്പോൾ കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നത് ഏതാണ്? കണ്ണുനീരാണ്. കണ്ണിൻ്റെ മുൻഭാഗത്തെ വൃത്തിയാക്കുകയും നനവുള്ളതാക്കി നിർത്തുകയും ചെയ്യുന്നത് കണ്ണുനീരാണ്. കണ്ണുനീരിലടങ്ങിയ ലൈസോസൈം എന്ന എൻസൈം രോഗാണുക്കളെ നശിപ്പിക്കുന്നു. അപ്പോൾ കണ്ണുനീരിലടങ്ങിയ രാസാഗ്നി ആണ് എൻസൈം. അപ്പോൾ കണ്ണുനീരിലടങ്ങിയ എൻസൈം ഏതാണ്? കണ്ണുനീരിലടങ്ങിയ എൻസൈമാണ് ലൈസോസൈം. അപ്പോൾ ഇതെന്താണ് ചെയ്യുന്നത്? കണ്ണിനുള്ളിലേക്ക് പ്രവേശിക്കുന്ന രോഗാണുക്കളെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം, അതായത് കണ്ണിൽ നീരിലടങ്ങിയ രാസാഗ്നി ഏതാണ്? അതാണ് ലൈസോസൈം എന്ന് പറയുന്നത്. ഇതാണ് നേത്രകോടരം. ഇതാണ്. ഇവിടെ പേശികൾ കൊണ്ടാണ് നമ്മളെ കണ്ണിനെ ഉറപ്പിച്ച് നിർത്തിയിരിക്കുന്നത്. ഇനി അപ്പോൾ ഒന്നുകൂടി പറയാം, ഇന്ദ്രിയാനുഭവങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ മസ്തിഷ്കത്തെ സഹായിക്കുന്ന പ്രധാന ഇന്ദ്രിയം ഏതാണ്? കണ്ണാണ്. അപ്പോൾ കണ്ണിനെ സംരക്ഷിക്കുന്നത് ഏതൊക്കെയാണ്? നേത്രകോടരം, ബാഹ്യ കൺപേശികൾ, പുരികം, കൺപീലികൾ, കൺപോളകൾ. പ്രധാനമായിട്ടും ഓർക്കേണ്ടത് കൺജങ്ക്റ്റീവ, കണ്ണുനീർ. കണ്ണുനീരിലടങ്ങിയ രാസാഗ്നി ലൈസോസൈം. കൺജങ്ക്റ്റീവയുടെ ധർമ്മം എന്താണ്? ഉൽപ്പാദിപ്പിക്കുന്ന ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം വരണ്ടു പോകാതെ സംരക്ഷിക്കുന്നു. ഇനി കാഴ്ച സാധ്യമാവാൻ കണ്ണിൻ്റെ ഘടന എത്രമാത്രം അനുയോജ്യമായിരിക്കും? ഇതാണ് കണ്ണിൻ്റെ ഘടന. കണ്ണിൻ്റെ ഘടനയാണ് ഇത്. അപ്പോൾ ഇത് നമുക്ക് വിശദമായിട്ട് ഓരോ ഭാഗവും പഠിക്കാം. അപ്പോൾ ജസ്റ്റ് നിങ്ങളൊന്ന് ഈ ഡയഗ്രാം ഓർത്ത് വെക്കുക. കണ്ണിൻ്റെ 3 പാളികളുണ്ട്. അതേതൊക്കെയാണ്? ദൃഢപടലം, രക്തപടലം, അതുപോലെ തന്നെ റെറ്റിന. ഔട്ടർ മെംബ്രെയിൻ, അതായത് പുറം പാളി ഏതാണ്? ദൃഢപടലം. പിന്നെ നടുക്കത്തതോ? രക്തപടലം, അതുപോലെ തന്നെ റെറ്റിന. പിന്നെ ഇതാണ് നേരത്തെ പറഞ്ഞ കൺജങ്ക്റ്റീവ എന്ന് പറയുന്നത്. ഇതാണ് കൺജങ്ക്റ്റീവ. ഇതാണ് കോർണിയ. ഈ ഫിംഗർ ഷേപ്പ് പ്രൊജക്ഷൻ കണ്ടില്ലേ? ഇതാണ് ഐറിസ്. പിന്നെ ഇത് ലെൻസ്, ഇത് പ്യൂപ്പിൾ. ഇങ്ങനെയും ഇത് അനാട്ടമി ഓഫ് ദ ഐ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. നമ്മുടെ ലെൻസ്, പ്യൂപ്പിൾ, ഇത് ഐറിസ്, അതുപോലെ തന്നെ റെറ്റിന തുടങ്ങിയ ഭാഗങ്ങൾ. നമുക്കിതിൻ്റെ ഇതിൻ്റെ ഓരോ ഘടനയും കൂടുതലായിട്ട് നോക്കാം. അപ്പം ഒന്നാമത്തത് ഏതാണ്? ദൃഢപടലം, അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ സ്ക്ലീറ എന്ന് പറയും. അപ്പം ചില സമയം ടേംസ് ഇംഗ്ലീഷിൽ വരാം, അല്ലെങ്കിൽ മലയാളത്തിൽ വരാം. രണ്ടും നിങ്ങൾ പഠിച്ചിരിക്കണം. ദൃഢപടലം ആണ് സ്ക്ലീറ. അപ്പോൾ എന്താണ് ദൃഢപടലം? കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ് ദൃഢപടലം എന്ന് പറയുന്നത്. ഇതാണ് ദൃഢപടലം. ഇതാണ് ദൃഢപടലം. കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളി. ഈ ബാഹ്യപാളിയോ യോജനകലയാൽ നിർമ്മിതമാണ്. ബാഹ്യപാളി യോജനകലയാൽ നിർമ്മിതമാണ്. ഇനി അടുത്തത് ഈ ദൃഢപടലത്തിൽ വരുന്നതാണ് ഏത്? കോർണിയ. അതായത് ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഈ ഭാഗമാണ് കോർണിയ. ഇവിടെ ഡയഗ്രാം നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് കോർണിയ. അതായത് ദൃഢപടലത്തിൻ്റെ ഭാഗമാണ്, പക്ഷെ ഇവിടെ മുൻപോട്ട് തള്ളി നിൽക്കുന്നതായിട്ടുള്ള ഈ ഒരു ഭാഗത്തിനെയാണ് നമ്മൾ കോർണിയ എന്ന് പറയുന്നത്.
അപ്പം ദൃഢപടലത്തിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും, സുതാര്യം എന്ന് പറഞ്ഞാൽ എന്താ, പ്രകാശത്തെ കടത്തിവിടുന്നത്, സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗം. അപ്പോൾ ഇത് പറയുന്നത് പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നു. അപ്പോൾ പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്ന കണ്ണിലെ ഭാഗമാണ് കോർണിയ. കോർണിയ. ഇനി അടുത്തത് കഞ്ചിൻറ്റേവ. ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗത്തെ ആവരണം ചെയ്ത സംരക്ഷിക്കുന്ന സ്ഥലമാണ് കഞ്ചിൻറ്റേവ. അപ്പോൾ ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്ത് സംരക്ഷിക്കുന്ന സ്ഥലം. ഇതാണ് കഞ്ചൻറ്റേവ. കഞ്ചൻറ്റേവ ആണ് കഞ്ചൻറ്റേവ. കഞ്ചൻറ്റേവ. അപ്പോൾ കഞ്ചൻറ്റേവയുടെ ധർമ്മം എന്താണ്? ഇതൊരു ശ്ലേഷ്മം ഉൽപ്പാദിപ്പിക്കുന്ന ഈ ശ്ലേഷ്മം നേത്രഗോളത്തിൻ്റെ മുൻഭാഗം എന്താണ്, വരണ്ടു പോവാതെ സംരക്ഷിക്കുന്നു. അപ്പം കണ്ണിലെ ആദ്യത്തെ പാളി, അതായത് ബാഹ്യപാളി, എന്താണ്, ദൃഢപടലം അല്ലെങ്കിൽ സ്ക്ലീറ, കണ്ണിന് ദൃഢത നൽകുന്ന വെളുത്ത നിറമുള്ള ബാഹ്യപാളിയാണ്. ഇത് യോജനകരയാൽ നിർമ്മിതമാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ മുൻഭാഗത്തുള്ള സുതാര്യവും മുന്നോട്ട് തള്ളിയതുമായ ഭാഗമാണ് കോർണിയ. പ്രകാശരശ്മികളെ കണ്ണിലേക്ക് പ്രവേശിപ്പിക്കുന്നത് കോർണിയാണ്. പിന്നെ ദൃഢപടലത്തിൻ്റെ മുൻവശത്ത് കോർണിയ ഒഴികെയുള്ള ഭാഗങ്ങളെ ആവരണം ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ഇത് കഞ്ചൻറ്റേവ എന്ന് പറയുന്നത്. ഇനി അടുത്തത് രക്തപടലം. അപ്പോൾ ഇവിടെ എന്താണ്, ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി. ഇത് മധ്യപാളി. രക്തപടലം കണ്ണിലെ മധ്യപാളിയാണ്. ധാരാളം രക്തക്കുഴലുകൾ കാണപ്പെടുന്ന മധ്യപാളി. അപ്പോൾ ഇവിടെ എന്തുണ്ട്, ഐറിസ് ഉണ്ട്. അപ്പോൾ കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഐറിസ് കണ്ടില്ലേ, ഇതാണ് ഐറിസ്. ഇതാണ് ഐറിസ് എന്ന് പറയുന്ന ഈ ഭാഗം. അപ്പോൾ കോർണിയയുടെ പിൻഭാഗത്തായി കാണുന്ന രക്തപടലത്തിൻ്റെ ഭാഗമാണ് ഐറിസ്. മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഇരുണ്ട നിറം നൽകുന്നു. അപ്പോൾ മെലാനിൻ എന്ന വർണ്ണവസ്തുവിൻ്റെ സാന്നിധ്യം ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഇരുണ്ട നിറമാണ്, ഇതിന് ഐറിസിന്. അപ്പോൾ കോർണിയയുടെ പിൻഭാഗത്തായി കാണപ്പെടുന്ന രക്തപടലത്തിൻ്റെ ഭാഗം ഏതാണ്? ഐറിസ് ആണ്. ഇതിൻ്റെ നിറം എന്താണ്? ഇരുണ്ട നിറം. എന്തുകൊണ്ടാണ് ഇതിന് ഇരുണ്ട നിറം? ധാരാളം മെലാനിൻ വസ്തുക്കൾ കാണപ്പെടുന്നത് കൊണ്ട്. അടുത്തത് പ്യൂപ്പിൾ. ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരം. അതാണ് ഐറിസ്. ഈ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള ഈ സുഷിരത്തിന് പറയുന്ന പേരാണ് ഏത്? പ്യൂപ്പിൾ. പ്രകാശ തീവ്രതക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ പറ്റും. അപ്പോൾ പ്രകാശരശ്മികൾക്കനുസരിച്ച് വലിപ്പം ക്രമീകരിക്കാൻ പറ്റുന്നത് എവിടെയാണ്? നമ്മൾ പ്യൂപ്പിളാണ്. അപ്പോൾ ഐറിസിൻ്റെ മധ്യഭാഗത്തുള്ള സുഷിരമാണ് പ്യൂപ്പിൾ. ഇവിടെ പ്രകാശത്തിൻ്റെ തീവ്രതക്കനുസരിച്ച് ഇതിൻ്റെ വലിപ്പം ക്രമീകരിക്കാൻ പറ്റും. പിന്നെ ലെൻസ്. സുതാര്യവും ഇലാസ്തികതയും ഉള്ളതുമായ കോൺവെക്സ് ലെൻസ്. നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, കണ്ണിലെ ലെൻസ് കോൺവെക്സ് ലെൻസാണ്. അപ്പോൾ സുതാര്യവും ഇലാസ്തികതയും ഉള്ളതുമായ കോൺവെക്സ് ലെൻസ് എന്ന ചരടുകൾ വഴി സിലിയറി പേശികളുമായി ബന്ധിപ്പിക്കുന്നു. ഇവിടെ എന്താണ്? സ്നായുക്കൾ എന്ന ചരടുകൾ വഴി സിലിയറി പേശികളുമായി ബന്ധിപ്പിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ ലെൻസ്, കോൺവെക്സ് ലെൻസ്. ഇനി അടുത്തത് സിലിയർ. ഇതാണ് സ്നായുക്കൾ എന്ന ചരടുകൾ. ഇനി എന്തുമായിട്ട് ഈ സ്നായുക്കൾ ബന്ധിപ്പിച്ചിരിക്കുന്നത്? സിലിയറി പേശികൾ. ഇതാണ് നമ്മുടെ സിലിയറി പേശികൾ. അപ്പോൾ ലെൻസിനെ ചുറ്റിയുള്ള വൃത്താകൃതിയുള്ള പേശികളാണ് സിലിയറി പേശികൾ. ഇവയുടെ സങ്കോചവും വിശ്രമാവസ്ഥ പ്രാപിക്കലും ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നു. അപ്പോൾ ലെൻസിൻ്റെ വക്രത ക്രമീകരിക്കുന്നത് ഏതാണ്? സിലിയറി പേശികളാണ്. അടുത്തത് അവസാനത്തെ ഭാഗം, അതായത് കണ്ണിൻ്റെ പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളി. ആന്തരപാളി ഏതാണ്? ദൃഷ്ടിപടലമാണ്. പ്രകാശഗ്രാഹികൾ കാണപ്പെടുന്ന ആന്തരപാളിയാണ് ഏത്? റെറ്റിന അല്ലെങ്കിൽ ദൃഷ്ടിപടലം. ഇവിടെ രണ്ട് സ്പോട്സ് ഉണ്ട്, അതായത് പീതബിന്ദു എന്നും അന്തബിന്ദു എന്നും പറയും. റെറ്റിനയിൽ പ്രകാശഗ്രാഹികൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് ഏത്? പീതബിന്ദു. പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ളത് ഇവിടെയാണ്. പീതബിന്ദുവിലാണ് പ്രകാശത്തിന് ഏറ്റവും തെളിമ ഉള്ളത്. അന്തബിന്ദുവോ? റെറ്റിനയിൽ നിന്ന് നേത്രനാടി ആരംഭിക്കുന്ന ഭാഗമാണ് അന്തബിന്ദു.